ഇന്നത്തെ ബെൽജിയം എന്നറിയപ്പെടുന്ന രാജ്യത്തിലെ 14-ാം നൂറ്റാണ്ടിലെ പ്രഭുവായിരുന്നു റെയ്നാഡ് മൂന്നാമൻ എന്നതായ വ്യക്തി. അദ്ദേഹം നല്ല തടിയുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് ക്രോസസ് എന്ന് ജനങ്ങൾ അദ്ദേഹത്തെ പരിഹസിച്ച് വിളിക്കുക പതിവായിരുന്നു. ക്രോസസ് എന്ന ലത്തീൻ പദത്തിൻ്റെ അർത്ഥം തടിയനെന്നാണ്. ഉഗ്രമായ വാഗ്വാദത്തിനും പോരാട്ടത്തിനും ഒടുവിൽ റെയ്നാഡ് മൂന്നാമനും തൻ്റെ സഹോദരനായിരിക്കുന്ന എഡ്വേർഡും തമ്മിൽ വാഗ്വാദങ്ങൾക്കും പോരാട്ടങ്ങൾക്കും ഒടുവിൽ എഡ്വേർഡ് റെയ്നാഡിനെ തോൽപ്പിച്ചു, അദ്ദേഹത്തെ തടവിലാക്കി. അതിനുശേഷം ഭരണം എഡ്വേർഡ് ഏറ്റെടുക്കാനിടയായി തീർന്നു. ഈ എഡ്വേർഡ് റെയ്നാഡ് മൂന്നാമന് വേണ്ടി ഒരു വലിയ മുറി, എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു വിശാലമായിരിക്കുന്നൊരു മുറി പണിതു. ആ മുറിയിലാണ് ഇദ്ദേഹത്തെ താമസിപ്പിച്ചിരുന്നത്. ആ മുറിക്ക് ധാരാളം ജനലുകളുണ്ടായിരുന്നു, വാതിലുകളുണ്ടായിരുന്നു. ഈ വാതിലുകളും ജനലൊന്നും ഒരിക്കലും അടയ്ക്കുമായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ അതെല്ലാം തുറന്നിട്ടിരിക്കുകയായിരുന്നു. അതിലാണ് ഈ റെയ്നാഡിനെ തടവിൽ പാർപ്പിച്ചിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ അഭിരുചി മനസ്സിലാക്കിയതായ എഡ്വേർഡ് റെയ്നാഡിന് വേണ്ടി സ്വാദിഷ്ടമായ ഭക്ഷണം ഒരുക്കാൻ ധാരാളം തൊഴിലാളികളെ, ജോലിക്കാരെ ഏർപ്പാട് ചെയ്തിരുന്നു. അങ്ങനെ അവർ നിമിഷങ്ങൾ കൊണ്ട് ധാരാളം നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരുക്കും. ആ ഒരുക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഇദ്ദേഹത്തിന് കൊടുത്ത് അങ്ങനെ അദ്ദേഹം കൂടുതലായിട്ട് സുഖലോലുപനായിട്ട് താമസിക്കുകയാണ് ഈ തടവറയിൽ. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്നതായ മുഷ്ടാന ഭോജനം സമയാസമയങ്ങളിൽ ഭക്ഷണം കിട്ടുന്നതുകൊണ്ട് ഭക്ഷണം അദ്ദേഹം ഒഴിവാക്കുന്നില്ല. അദ്ദേഹം തടിച്ച് കൊഴുത്ത് വീണ്ടും ചീർത്തു. ഇപ്പം ആ മുറിക്കകത്ത് പുറത്തു വരണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കഴിയാത്ത ഒരവസ്ഥയായി. പക്ഷേ ഇദ്ദേഹത്തെ തടവിലാക്കുമ്പോൾ അനുജൻ എഡ്വേർഡ് ഒരു വാഗ്ദാനം ചെയ്തിരുന്നു. ആ വാഗ്ദാനം ഇങ്ങനെയാണ്: എന്ന് എൻ്റെ ജ്യേഷ്ഠൻ ഈ മുറി വിട്ട് പുറത്തു വരുന്നുവോ അന്ന് അദ്ദേഹത്തിൻ്റെ എല്ലാ സമ്പത്തും അതുപോലെ തന്നെ പദവികളും ഈ രാജ്യ ഭരണവും ഞാൻ അദ്ദേഹത്തെ ഏൽപ്പിക്കുമെന്നുള്ള ഒരു വാഗ്ദാനം ചെയ്തിട്ട് അത് കരാറാക്കി സൂക്ഷിച്ചിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും ഈ റെയ്നാഡിന് ഈ തടവറ വിട്ട് പുറത്തു പോകുവാനായിട്ട് താല്പര്യപ്പെട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിനവിടെ സുഖലോലുപതയ്ക്കൊന്നും കുറവില്ല, ഭക്ഷണം ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്, എല്ലാ സൗകര്യങ്ങളും ആ മുറിക്കകത്തുള്ളത് കൊണ്ട് ഇദ്ദേഹം അത് വിട്ട് പുറത്തു പോകുവാനായിട്ട് അദ്ദേഹം താല്പര്യം ഉണ്ടായില്ല. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പുറത്തു വന്നില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ജീവിതകാലം മുഴുവൻ ആ തടവറയ്ക്കകത്ത് കഴിച്ചു കൂട്ടേണ്ടതായിട്ട് വന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഇതുപോലെയാണ് ഇന്ന് ലോകത്തുള്ളതായ മനുഷ്യരിൽ ഭൂരിപക്ഷം പേരും, സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ. അവരെ സംബന്ധിച്ചിടത്തോളം അവർ സ്വയം നിർമ്മിച്ചിരിക്കുന്ന ഒരു തടവറയ്ക്കകത്തുള്ളിൽ കിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ സുഖലോലുപതയും മദ്യപാനവും ലൈംഗികതയുടെ കുത്തഴിഞ്ഞതായ സ്വഭാവവും അമിത ഭക്ഷണവും ആഹാരത്തോടുള്ളതായ ആ താല്പര്യവും കൊണ്ട് മനുഷ്യരെന്ന് സ്വയം നിർമ്മിച്ചതായ ഈ തടവറയ്ക്കകത്ത് നിലകൊള്ളുകയാണ്. ഇവിടെ നിന്ന് അവർക്ക് പുറത്തു വരണമെന്ന് താല്പര്യമുണ്ടെങ്കിലും അതിനവർ ശ്രമിക്കാറില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ലോകത്തിൻ്റെതായ മോഹങ്ങളിൽ അവർ പെട്ട് ആ മായാവലയത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ധാരാളം സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതായ ഒരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 19-ാമത്തെ വാക്യം: ഇഹലോകത്തിൻ്റെ ചിന്തകളും ധനത്തിൻ്റെ വഞ്ചനയും മറ്റ് വിഷയമോഹങ്ങളും അവരുടെ അകത്ത് കടന്നു. എന്ന് പറഞ്ഞാൽ ഇവർ അതിനുള്ളിലായി എന്ന് പറഞ്ഞാൽ ഇവർ സ്വന്തം ഇഹലോകത്തിൻ്റെ ചിന്തകളും ധനത്തിൻ്റെ വഞ്ചനയും മറ്റ് വിഷയമോഹങ്ങളും കൊണ്ട് ഇവർ തന്നെ ഒരു തടവറ സൃഷ്ടിച്ചിട്ട് അതിനുള്ളിൽ കഴിഞ്ഞുകൂടുകയാണ്. പുറത്തു വരണമെന്ന് താല്പര്യമുണ്ടെങ്കിലും അവർ പുറത്തു വരാറില്ല. അങ്ങനെയുള്ള ധാരാളം സ്ത്രീ പുരുഷന്മാരെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ജനത്തിന് പുറത്തു വന്ന് സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ കഴിയുന്നില്ല.
ഇന്ന് നിരവധി പുരുഷന്മാരുടെ സ്ത്രീകളുടെയും മനസ്സിൻ്റെ ദുഷിച്ച ചിന്തകൾക്കും ജഡവികാരങ്ങൾക്കും കീഴ്പ്പെട്ട് സ്വാതന്ത്ര്യത്തിൽ കടന്നു വരുവാൻ കഴിയാത്ത അവസ്ഥയിൽ അത്രത്തോളം ബന്ധനത്തിൽ ആയി കഴിഞ്ഞുകൂടിയിരിക്കുകയാണ്. അക്കൂട്ടർ ഈ ലോകത്തെയും അതിൻ്റെ ആകർഷണ വലയങ്ങളെയും സ്വാധീനതയിൽ പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലവർ ആനന്ദം കണ്ടെത്തുക, അതിലവർ സന്തോഷം കണ്ടെത്തുകയാണ്. അങ്ങനെ മനുഷ്യരിൽ നല്ലൊരു ഭാഗം സ്വാർത്ഥമതികളായി തീർന്നിട്ട് ഈ ആയുസ്സിൽ അവർ സമ്പാദിച്ചതായ സമ്പാദ്യം മുഴുവൻ അവർക്ക് വേണ്ടിയുള്ളത് അവർ മാത്രം അത് അനുഭവിച്ച് മുന്നോട്ട് പോവുകയാണ്. പാവപ്പെട്ട എത്രയോ കഷ്ടത അനുഭവിക്കുന്ന എത്രയോ ജീവിതങ്ങൾ ഈ ലോകത്തുണ്ട്. അവർക്കാർക്കും എന്തെങ്കിലും ഒന്ന് ചെയ്യുവാനുള്ളതായ ഒരു വിരൽ പോലും അനക്കുവാനുള്ള താല്പര്യം അവർക്കില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ ആയുസ്സിലെ സമ്പാദ്യങ്ങൾക്ക് മുഴുവൻ അവർ അവരുടേതായ സുഖലോലുപതയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നുള്ളതല്ലാതെ അപരൻ്റെ കണ്ണുനീര് കാണുവാനോ അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുവാനോ അവർ തൽപരരല്ല എന്നുള്ളതാണ് വാസ്തവം. ശ്രദ്ധിക്കണേ, അതിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ കുത്തഴിഞ്ഞ ലൈംഗിക ബന്ധം, അമിതമായ ഭക്ഷണ ഭ്രമം, മദ്യപാനം, മയക്കുമരുന്നിൻ്റെ ഉപയോഗം, അലസത, തെറ്റായ വിശ്വാസ പ്രമാണങ്ങൾ, ഇതൊക്കെയാണ് ഇവർക്ക് കൈമുതലായിട്ടുള്ളത്. തിത്തോസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്: ക്രേത്തർ സർവ്വതാ അസത്യവാദികളും ദുഷ്ടജന്തുക്കളും മടിയന്മാരുമായ പെരുവയറന്മാരും അത്രേ. ഒന്നുകൂടെ വായിച്ചു കേൾപ്പിക്കാം. ക്രേത്തർ സർവ്വതാ അസത്യവാദികളും ദുഷ്ടജന്തുക്കളും മടിയന്മാരായ പെരുവയറന്മാരും അത്രേ. അതായത് ക്രേത്തയിൽ വന്യമൃഗങ്ങളുടെ എണ്ണം കുറവാണ്. അതുകൊണ്ട് അവിടെയുള്ള മനുഷ്യർ തന്നെ വന്യമൃഗങ്ങൾക്ക് തുല്യരായിട്ട് വന്യമായിട്ടുള്ള പെരുമാറ്റമാണ് അവർ ചെയ്യുന്നത്. മറ്റുള്ള പരസ്പരം കടിച്ചു കയറുന്നു. എല്ലാവിധമായ മ്ലേച്ഛതകളും അവരുടെ ജീവിതത്തിലുണ്ട്. മദ്യപാനത്തിന് കുറവില്ല, അമിത ഭക്ഷണമുണ്ട്, കുടവയറന്മാരാണ്, ലൈംഗിക അരാജകത്വം അവരെ മൂടിയിരിക്കുന്നു. ഇങ്ങനെയുള്ളതായ പല വിധത്തിലുള്ളതായ പ്രശ്ന സങ്കീർണമായിരിക്കുന്ന അവസ്ഥയിലൂടെയാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ചില സത്യങ്ങൾ വളരെ വ്യക്തമായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വിഗ്രഹാർപ്പിതം നാം ഒഴിഞ്ഞിരിക്കണം. ഭക്ഷണ പദാർത്ഥങ്ങളെക്കുറിച്ചുള്ളതായ ചില കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് വേദപുസ്തകം പറയുന്നു. വിഗ്രഹാർപ്പിതം ഒഴിഞ്ഞിരിക്കണം, അതിഭക്ഷണം അത് ഒഴിവാക്കണം. ലൂക്കോസ് സുവിശേഷം 21-34 വാക്യത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. വിഗ്രഹാർപ്പിതത്തെക്കുറിച്ച് 1 കൊരിന്ത്യർ 10-28 വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. മദ്യം ലൂക്കോസിന് സുവിശേഷം 21-34 മദ്യം ഒഴിവാക്കണം. അതുപോലെ തന്നെ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19 മുതൽ 21 വരെ വാക്യങ്ങളിലും അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക. പിന്നെ രക്തം, ശ്വാസം മുട്ടിച്ചത്തത് അത് ഒഴിവാക്കണമെന്ന് അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ 15-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ. ഭാര്യാഭർത്തൃ ജീവിതത്തിന് പുറത്തുള്ള ലൈംഗിക ബന്ധം പാടെ ഒഴിവാക്കണം. പ്രവൃത്തി 15-20 വാക്യം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഇന്നും മനുഷ്യനെ കാർന്നു തിന്നുന്ന ഈ മോഹ പാപങ്ങളുണ്ടല്ലോ, അതിൽ നിന്ന് ഭേദിച്ച് പുറത്തു വരുവാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിനക്ക് തയ്യാറാണെങ്കിൽ നിശ്ചയമായും നിന്നെ കർത്താവ് സഹായിക്കുമെന്നുള്ള സംശയമില്ല. ആകയാൽ ഈ വിധത്തിൽ നിങ്ങൾ മുന്നോട്ട് പോയാൽ റെയ്നാർഡിന് വന്നതായ അവസ്ഥയാണ് വരാൻ പോകുന്നത്. അവനെ കാത്തിരിക്കുന്നതായ ഒരു പദവി ഉണ്ടായിരുന്നു, അവനെ കാത്തിരിക്കുന്ന ഒരു ഭരണമുണ്ടായിരുന്നു, അവനെ കാത്തിരിക്കുന്ന ജനങ്ങളുണ്ടായിരുന്നു, അവന് വേണ്ടി ഉണ്ടാക്കിയതായ സമ്പത്ത് മുഴുവൻ അവന് ഉള്ളതായിരുന്നു. പക്ഷേ അതിലേക്ക് കടന്നു വരാൻ കഴിയാതെ വന്നതിൻ്റെ കാരണം ഈ ഭക്ഷണത്തോടുള്ളതായ ഭ്രമം, മദ്യത്തോടുള്ള ഭ്രമം. അവന് തടി കുറയ്ക്കുവാനോ അവന് വെയിറ്റ് കുറച്ചിട്ട് അവന് പുറത്തു വരുവാനോ അവൻ താല്പര്യപ്പെട്ടില്ല. അതാണ് അവൻ്റെ അന്ത്യം കുറിക്കുവാനിടയായത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിനക്കും മാന്യമായിട്ട് ജീവിക്കണം താല്പര്യമില്ലേ? നിനക്കും കൂടിയുള്ളതല്ലേ ഈ ലോകം? ഇവിടെ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും വ്യഭിചാരത്തിനും മറ്റ് ഈ മോഹ പാവങ്ങൾക്കൊക്കെ അപ്പുറമായിട്ട് ഒരു ജീവിതമുണ്ട്. മറന്നു പോകരുത്. നിൻ്റെ ജീവിതം നശിപ്പിച്ച് കളയരുത്. പ്രിയ സുഹൃത്തെ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, പ്രിയ കുഞ്ഞെ, നിൻ്റെ ജീവിതം ഈ മായയ്ക്ക് പിന്നാലെ പോയിട്ട് തകർത്ത് കളയരുത്. ഒരു നല്ല ജീവിതമുണ്ട്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്: സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. സ്വാതന്ത്ര്യം പ്രാപിക്കണം നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ക്രിസ്തു നിശ്ചയമായും നിന്നെ സ്വതന്ത്രരാക്കും.
ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ, ഈ പാപ സ്വഭാവത്തിൽ നിന്ന്, ഈ പാപപ്രവർത്തികളിൽ നിന്ന്, അതിൻ്റെ മായ കാഴ്ചയിൽ നിന്ന് പുറത്തു വരുവാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നിശ്ചയമായും കർത്താവായ യേശു ക്രിസ്തു നിന്നെ സഹായിക്കുന്നു, രക്ഷിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ ഇതിനകത്ത് വരുന്നതായ എല്ലാ സന്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. മാത്രമല്ല, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് ലോകത്തുള്ള മനുഷ്യരിൽ ഭൂരിപക്ഷം പേരും സ്വയം നിർമ്മിച്ചതായ തടവറയ്ക്കുള്ളിൽ അവരുടെ പദവികളും അവരുടെ അധികാരങ്ങളും അവരുടേതായ സമ്പത്തും സകലതും നഷ്ടപ്പെടുത്തി അവരങ്ങനെ ജീവിച്ച് തീരാ രോഗത്തിനും മാരകമായ കർത്താവേ അവസ്ഥാവിശേഷങ്ങളും മാനസിക പ്രശ്നങ്ങൾക്കും മാനസിക സമ്മർദ്ദങ്ങൾക്കും കീഴ്പ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ആ മായാവലയം ഭേദിച്ച് പുറത്തു വരുവാൻ താല്പര്യപ്പെടുന്നെങ്കിൽ അവരെ അങ്ങ് സഹായിക്കണമേ. അവരോട് കൃത്യമായി ഇടപെടുമാറാകണമേ. അവരുടെ എല്ലാ പാപ സ്വഭാവങ്ങളെയും ആ മൃദുല വികാരങ്ങളെ ഇക്കിളിപ്പെടുത്തുന്നതായ എല്ലാ ലൈംഗിക വേഴ്ചകളെയും വിടുവിച്ച് അവർ രക്ഷിക്കുമാറാകണമേ. ആ മദ്യത്തെ രക്ഷിച്ചാട്ടെ, മയക്കുമരുന്ന് രക്ഷിച്ചാട്ടെ, നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ ഈ പ്രിയപ്പെട്ടവർ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.